ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈശ്വരൻ്റെ സൃഷ്ടിവൈഭവം എത്ര മഹത്തരമാണെന്ന് ആലോചിച്ചാലും നമുക്ക് പിടികിട്ടുകയില്ല. സ്ത്രീയെന്നും പുരുഷനെന്നും രണ്ട് വിഭാഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടിവൈഭവം തന്നെയല്ലേ? സൃഷ്ടിക്കു വേണ്ടി സൃഷ്ടാവ് ഉണ്ടാക്കിയ മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ് സ്ത്രീ പുരുഷ ഭേദങ്ങൾ. എന്നാൽ ഈ ശാരീരിക തലത്തിൽ നാം വർത്തിക്കുമ്പോഴാണ് ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പുരുഷനാണ് എന്ന് തോന്നാൻ കാരണം. നമ്മളെല്ലാവരും ഇപ്പോൾ ദേഹോഹബുദ്ധിയിലാണ്. ആത്മാവാണെന്ന സത്യം മറന്ന് നാം ദേഹമാണെന്ന് തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിരിക്കുന്നു. ഇനി എന്നാണോ നമ്മൾ ദേഹബോധത്തിൽ നിന്നും ആത്മഭാവത്തിലേക്ക് വരുന്നത്, അന്ന് മാത്രമേ നമുക്ക് നമ്മുടെ യഥാർത്ഥ പ്രകൃതം തിരിച്ചറിയുകയുള്ളൂ. ദേഹോഹബുദ്ധിക്ക് അധീനമായാൽ സ്വന്തം ദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ. ദേഹോഹബുദ്ധിക്ക് അധീനരായാൽ സ്വന്തം ദേഹം ചുമക്കുന്ന ചുമട്ടുകാർ മാത്രമാണ് നമ്മൾ. ആത്മോഹബുദ്ധിക്കധീനരായാൽ സ്വന്തം ദേഹം നയിക്കും നിയാമകർ നാം. ആത്മോഹബുദ്ധിക്ക് ആത്മാവാണ് നാം ഓരോരുത്തരും എന്ന ബോധം നമുക്ക് വെളിവായി കിട്ടിയാൽ ഈ ദേഹത്തെ നയിക്കുന്ന നിയാമകരാണ് നാം ഓരോരുത്തരും. അല്ലെങ്കിൽ ദേഹത്തിൻ്റെ അടിമ മാത്രമാണ്. ഉടമ അടിമയായി മാറിയിരിക്കുകയാണ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ. അതുകൊണ്ട് ശരിയായി ധരിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതുകൊണ്ടൊരു കവി പറയുകയാണ്, കാണുമ്പോഴാത്മസ്വരൂപത്തിനെ ആണും പെണ്ണും അല്ല നമ്മളാരും. ആൺപെൺ വിഭാവന ദേഹത്തിനോർക്കുക, ദേഹം നാം അല്ലെന്ന സത്യമോർക്കൂ. ഇതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. നമ്മൾ തെറ്റായി ധരിച്ചിരിക്കുകയാണ്. കാണുമ്പോഴാത്മസ്വരൂപത്തിനെ, ആ ആത്മഭാവത്തെ നമ്മൾ അറിയുമ്പോൾ, ആ അറിയുന്നതിനെയാണ് ഇവിടെ കാണുക എന്ന് പറയുന്നത്. അല്ലാതെ ഈ കണ്ണുകൊണ്ട് ദൃശ്യങ്ങളെ മാത്രമേ കാണാൻ കഴിയൂ. ഈ കണ്ണുകൊണ്ട് രൂപത്തെ തിരിച്ചറിയാൻ കഴിയുന്നു. അത് കണ്ണിലൂടെ മനസ്സ് ഒഴുകുമ്പോഴാണ് രൂപങ്ങളുണ്ടായത്. ആ മനസ്സിനെ സഹായിക്കാൻ ബുദ്ധി വന്നപ്പോഴാണ് ഈ രൂപങ്ങൾ വൈവിധ്യവും ആ വൈവിധ്യങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടിയും 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയും 5 വിഷയങ്ങളെ നാം അറിയുന്നു. അപ്പോഴാണ് നാം ഈ ദേഹമാണ് എന്ന തോന്നൽ നാം ഉറപ്പിച്ചിരിക്കുന്നത്. അതാണ് കാണുമ്പോഴാത്മസ്വരൂപത്തിനെ. ഇതല്ല നാം ആരും. ആ ആത്മഭാവത്തിലേക്ക് നാം ഉയരുമ്പോൾ ആണും പെണ്ണും അല്ല നമ്മളാരും. നമ്മളാരും തന്നെ ആണുമല്ല പെണ്ണുമല്ല. ഈ ആണും പെണ്ണും ദേഹോഹബുദ്ധി കൊണ്ട് തോന്നുന്നതാണ്. ഞാൻ ആണല്ല, ഈ ദേഹമല്ല എന്ന് ബോധിച്ചാൽ നമ്മൾ ആണുമല്ല പെണ്ണുമല്ല, ആത്മാവാണ്. കാണുമ്പോഴാത്മസ്വരൂപത്തിന് ആണും പെണ്ണും അല്ല നമ്മളാരും. ആൺ പെൺ വിഭാവന ദേഹത്തിനോർക്കുക. ആണ് പെണ്ണ് എന്ന ഭാവന ദേഹത്തിന് മാത്രമാണ്. ദേഹം നാം അല്ലെന്ന സത്യം ഓർക്കൂ. ദേഹത്തിന് മാത്രമാണ് ആണും പെണ്ണും എന്ന അവസ്ഥയുള്ളത്. നമ്മളാരും ഈ ദേഹം അല്ല എന്നതാണ് പരമാർത്ഥം. ആ പരമാർത്ഥത്തെ നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ പ്രകൃതം നമുക്ക് ബോധ്യമാകുന്നത്. അത് ബോധ്യമാവുക എന്നതാണ് ജീവിതത്തിൻ്റെ
പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തി നേടിയാൽ നാം കൃതാർത്ഥരാകുന്നു. അത് നേടിയില്ലെങ്കിലോ അത് നേടുന്നത് വരെ നമ്മൾ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീജടരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ എന്ന അവസ്ഥയാണുള്ളത്. വീണ്ടും നാം അമ്മയുടെ ഗർഭത്തിൽ വരണം. അവിടെ വെച്ച് ശരീരത്തിന് രൂപകൽപ്പന ചെയ്ത് ആ ശരീരത്തെ ഞാനെന്നഭിമാനിച്ച് 10 മാസം കൊണ്ട് ആ പരമാത്മാവി ശരീരത്തിൻ്റെ രൂപമൊക്കെ പൂർണ്ണമാക്കി പുറത്തു വന്ന ശേഷം നാം ദേഹമാണ് എന്ന ബോധം ഉണ്ടായതോടെ ആത്മഭാവം ആണ് ഞാനെന്ന, ആത്മാവാണ് ഞാനെന്ന സത്യം മറന്നു പോകുന്നു. അതിനാൽ നാം കാണുമ്പോഴാത്മസ്വരൂപത്തിനെ ആണും പെണ്ണുമല്ല നമ്മളാരും ആൺപെൺ വിഭാവന ദേഹത്തിനോർക്കുക ദേഹം നാം അല്ലെന്ന സത്യമോർക്കൂ.